രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിനൊപ്പം ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേരാണ് വേടൻ. കാരണം ഇവിടെ രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള നീതി ആണ് നമ്മൾ കാണുന്നത്. വേടനെ അനുകൂലിച്ചിട്ടാണ് ഒരുപാട് പേര്. നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ വേടനെതിരെ ഇത് ആസൂത്രിത നീക്കമാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ വേടൻ്റെ ഇരകൾ വന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതായത് നമ്മൾ ഈ സൈക്കോപാത്തുകളെ നോക്കിക്കഴിഞ്ഞാൽ, ഈ പാശ്ചാത്യ ലോകത്താണെങ്കിൽ ടെഡ് ബണ്ടി, നമ്മുടെ നാട്ടിൽ തമിഴ്നാട്ടിൽ ഓട്ടോ ശങ്കർ എന്ന് പറഞ്ഞൊരു സൈക്കോപാത്ത്, സ്ത്രീകൾക്കെതിരെ അതിക്രമം. ഇവർക്കെല്ലാം നമ്മളൊരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ അമ്മയുടെ അടുത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവരുടെ അമ്മയുടെ ഉണ്ടാവുന്ന ഒരു വിരോധം തന്നെയാണ് ഇവർ സ്ത്രീകളെടുത്തും കാണിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ വേടൻ്റെ പരാതികളിൽ ഇപ്പോൾ ഒരു ഗവേഷക വിദ്യാർത്ഥിനിയുടെ പരാതി വന്നിട്ടുണ്ട്. നമുക്കിവിടെയും ചോദിക്കാം, ഇവരൊക്കെ എന്തിനാണ് വേടൻ്റെ വലയിൽ ചെന്ന് വീഴുന്നതെന്ന്. അപ്പോൾ ഇവരെല്ലാം പറയുന്നൊരു കാര്യം, വേടൻ സാമ്പത്തികമായി ഇവരെ ചൂഷണം ചെയ്തു, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ലൈംഗികപരമായിട്ട് വൈകൃതങ്ങൾക്കടിമയാണ് ഈ വേടൻ എന്ന് പറയുന്ന ആൾ. അതുപോലെ തന്നെ കേൾക്കുന്ന കാര്യമാണ് അമ്മയെപ്പറ്റി ഇദ്ദേഹം സ്വന്തം അമ്മയെപ്പറ്റി സ്റ്റേജിലിരുന്ന് പറയുന്നതല്ല, അകത്ത് പറയുന്നത്. കോൾ ഗേളാണ്, വേശ്യയായിരുന്നു അദ്ദേഹം. വളരെ വെറുപ്പോടെയാണ് ഇയാളുടെ അമ്മയെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് വേടൻ ഒരു നീതിയും രാഹുൽ മാങ്കൂട്ടത്തിന് മറ്റൊരു നീതിയും ഇവിടെ ഉണ്ടാകുന്നത്? അല്ല, വിജയ് ചോദിച്ച ചോദ്യത്തിൽ ഒരു കാര്യമുണ്ട്. ഇയാളൊരു സൈക്കോപാത്താണ്, അല്ലെങ്കിൽ ഒരു മാനസിക രോഗത്തിന് അടിമയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ സർക്കാരോ, ഇപ്പോൾ ഒരു സർക്കാരൊക്കെ പിന്തുണയ്ക്കുന്നുണ്ട്, സർക്കാരോ അല്ലെങ്കിൽ നേതൃത്വമോ ഇടപെട്ട് ഇയാളെ ഒരു നല്ല മാനസികാരോഗ്യ വിദഗ്ധനെ കാണിക്കണം. വളരെ ചെറുപ്പമല്ലേ, 31 വയസ്സല്ലേ. എന്താണ് ഇയാൾക്ക് സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു ഡോക്ടർ ആദ്യം പരാതി പറഞ്ഞു, ഒരുപാട് പെൺകുട്ടികൾ വരുന്നു. ഇപ്പോൾ ഒരു ഗവേഷണ വിദ്യാർത്ഥി ഞാൻ വായിച്ചു, ഇവരൊക്കെ പറയുന്നത് ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നാണ്. എങ്ങനെയാണ് ഈ ചൂഷണം ചെയ്യുന്നത്? പോക്കറ്റ് അടിക്കുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ ലൈംഗികമായി ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടി അതിന് തയ്യാറാകുമ്പോഴല്ലേ. വേടൻ്റെ പാട്ടിൽ ആകൃഷ്ടയായി പോകുന്ന പെൺകുട്ടി, വേടൻ്റെ ആ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അത് കണ്ടിട്ട് അതിൽ മോഹിച്ചു പോകുന്ന പെൺകുട്ടികൾ, അവർ തന്നെയാണ് ഈ ചൂഷണത്തിന് വിധേയരാകുന്നത്. ഈ കേരളത്തിൽ എത്രയോ പെൺകുട്ടികളുണ്ട്, അവർ എല്ലാവരും പോകുന്നില്ല. ഇപ്പോൾ വേടൻ്റെ വലയിൽ കുടുങ്ങിയ പലരും ചിലപ്പോൾ പുറത്ത് പറയുന്നുണ്ടാവില്ല, അവൻ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചുകൊണ്ട് പോകുന്നവരുണ്ടാവാം. എൻ്റെ വളരെ പരമപ്രധാനമായ ചോദ്യമുണ്ട്, ഇവിടുത്തെ യുവതലമുറ പെൺകുട്ടികൾ അവർക്ക് സംഭവിക്കുന്നത് എന്താണ്? ഞാനതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി, ഒരു 23-24 വയസ്സ്, ഒരിക്കലൊരു ഒരു ഫംഗ്ഷനിൽ വെച്ച് പരിചയപ്പെട്ടവരെ എനിക്കറിയാം, നേരത്തെ അറിയാം. ഒന്ന് സംസാരിച്ചു, എന്നോട് പറഞ്ഞു എനിക്കൊരു കാര്യം സംസാരിക്കാൻ. എന്താണ്? മോഹൻലാലുമായിട്ട് നല്ല പരിചയമാണ്. ഞാൻ പറഞ്ഞു മോഹൻലാലുമായിട്ട് എത്രയോ സിനിമകൾ, ഞാൻ സിനിമയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എത്രയോ അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും കണ്ടാൽ നല്ല സൗഹൃദമാണ്. എനിക്ക് മോഹൻലാലിനെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ചോദിച്ചത്, മോഹൻലാൽ ഈ ഒരു പെണ്ണുപിടിയനാണ്. ഞാൻ പറഞ്ഞു വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുണ്ട്, എനിക്ക് അങ്ങനെ അനുഭവമില്ല, ഞാൻ കേട്ടിട്ടുമില്ല. പക്ഷേ ഒരു ചാനലിൽ വന്നിരുന്ന ഒരു ഇൻ്റർവ്യൂവിൽ 3000 പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നമ്മൾ കോമൺ സെൻസ് അപ്ലൈ ചെയ്തുകൂടെ? ആ കുട്ടിയോട് ചോദിക്കുകയാണ്. ഇവിടെ മുകേഷിനെതിരെ അല്ലെങ്കിൽ സിദ്ദിഖിനെതിരെ, ഇതിനിടവേള ബാബു അടക്കം പലർക്കെതിരെയും ആരോപണങ്ങൾ പെൺകുട്ടികൾ കൊണ്ടുവന്നിട്ടും എന്തുകൊണ്ട് മോഹൻലാലിനെതിരെ കൊണ്ടുവന്നില്ല? പരാതിപ്പെട്ടിട്ടില്ലല്ലോ, ഇതേവരെ ഒരു പരാതിയും വന്നിട്ടില്ല. അത് വന്നില്ല. അത് ചിലപ്പോൾ ഇത്രയും വലിയ നടനായുണ്ടായി. ഞാൻ പറഞ്ഞു അതൊക്കെ മാറ്റി വെക്കും. നടനെന്നതിനേക്കാൾ ഉപരി അങ്ങനെ അയാൾ വഞ്ചിക്കുകയോ മോഹിപ്പിച്ച് വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പുറത്ത് പറയണമെന്ന്. ഈ 3000 പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും വരാം. അപ്പോൾ കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കണം. അതിനുശേഷം ഇവളെന്നോട് ചോദിച്ചു, എനിക്കൊന്ന് പരിചയപ്പെടുത്തരുമോ? ഞാൻ പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞ് പരിചയപ്പെടണം? അങ്ങനെ എത്രയോ ആരാധകരുണ്ട് ഇവിടെ. എനിക്ക് ഒന്ന് കണ്ടാൽ മതി, എനിക്ക് അത്ര ഇഷ്ടമാണ് മോഹൻലാൽ. അപ്പം ഞാൻ എൻ്റെ കുസൃതി ചോദ്യം അതിലേക്ക് വന്നു, എങ്ങനെയുള്ള ഇഷ്ടം, എന്തിഷ്ടമാണെന്ന് വ്യാഖ്യാനിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ തുറന്ന് ചോദിച്ചു, മോഹൻലാൽ വിളിക്കുകയാണ് നിങ്ങളെ, ഒരു ദിവസം വരൂ എൻ്റെ കൂടെ താമസിക്കുന്നു പറയാൻ. ഈ പെൺകുട്ടി എടുത്ത വയൽ പറഞ്ഞു ഞാൻ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ഇതിൽ ഭയമൊന്നുമില്ലേ? ഞാൻ എന്തിനു ഭയപ്പെടണം? എനിക്ക് ഏറ്റവും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരാളുമായി ഞാൻ ഒന്നു ചേരുന്നതിൽ എന്തിനു ഭയക്കണം? ഞാൻ ഇപ്പം ഈ സംഭവം പറയാൻ കാരണം, ഇങ്ങനെ വേടൻ എന്ന് പറയുന്ന സംഗീതജ്ഞനെ ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ ചെന്നിട്ട് അവൻ പറയുകയാണ്
നമുക്ക് ഒരു ദിവസം താമസിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെടാമെന്ന് പറയുമ്പോൾ അങ്ങ് വീണു പോവാണ് ഈ ആമ്പാറ്റെ പോലെ. എന്നിട്ട് അക്കാര്യത്തിൽ വേടൻ ഒരു സ്നേഹമസൃണമായ രീതിയിലല്ല അവരോട് സമീപിക്കുന്നത്, പിന്നീട് ഒരു പർവേഷൻ കാണിക്കുകയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സൈക്കോപാത്തുകൾ ചെയ്യുന്നത് പോലെ സാഡിസ്റ്റിക് അപ്രോച്ച് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ മനോരോഗിയാണ്. അവിടെ ആയിരിക്കണം പലപ്പോഴും പെൺകുട്ടികൾ എന്താണ് പറയുക, തിരിച്ച് പറയാനും പരാതി കൊടുക്കാനും തയ്യാറാവുന്നത്. അവർക്ക് വേണ്ടത് പ്രണയമാണ്. ശാരീരിക ആ സമയത്ത് പ്രതികരിക്കുന്നില്ല, ആ സമയത്ത് പ്രതികരിക്കാൻ പറ്റില്ല. അല്ല, അപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവർ പറയുന്നത്. അതെ, സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്നത്, ഇവൻ ഒരു പ്രണയത്തിലൂടെ അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. ആ പ്രണയത്തിന് ആ പെൺകുട്ടി റെഡിയാണ്. പക്ഷേ പിന്നീട് ഒരു സാഡിസ്റ്റിക് അപ്രോച്ച് കാണുമ്പോൾ അവിടെ അവൾക്ക് എതിർക്കാൻ പറ്റുന്നില്ല, അവൾ സമ്മതിച്ചു പോയതാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിനെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പരാതിയുടെ പ്രവാഹം ഉണ്ടായി തുടങ്ങുമ്പോഴേ അതിൻ്റെ കൂടെ വരുന്നതാണ്. ചിലപ്പോൾ അന്ന് ആരും അറിയണ്ട, അതങ്ങനെ അങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിച്ച് ചിലപ്പോൾ വിട്ടുകളഞ്ഞതാകും. പക്ഷേ 1, 2 അല്ലെങ്കിൽ 4, 5 പേര് പരാതിയുമായിട്ട് വരുമ്പോൾ പിന്നെ ഞാനായിട്ട് എന്തിനു മാറി നിൽക്കണം? അതെ, അവനോടുള്ള പകയും ഉണ്ടാവും. അതെ, കാരണം എന്നെ പ്രണയിച്ച് വഞ്ചിച്ചു എന്ന് പറയുന്ന പക, രണ്ടാമത് എന്നോട് വളരെ റൂഡായിട്ട് പെരുമാറി എന്ന് പറയുന്ന പക, ഈ പകയെല്ലാം കൂടെ ഒരുമിച്ച് ഈ പല പരാതികളുടെയും കെട്ടുകൾ അഴിഞ്ഞപ്പോൾ ഇവളുടെ ഉള്ളിലും പകയുണ്ടായിട്ടുണ്ടാവും. അങ്ങനെയാണ് പരാതിയിലേക്ക് വരുന്നത്. ഇനി നമ്മൾ വേടനെക്കുറിച്ച് ആലോചിച്ചാൽ, വേടൻ ഇപ്പോഴും ഒളിവിലാണ്. ഹൈക്കോടതി അവനെ അറസ്റ്റ് ചെയ്യരുത്, കേസ് നടക്കട്ടെ, അറസ്റ്റ് ചെയ്യരുതെന്ന് പറയുന്ന ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ രംഗത്ത് വരുമായിരിക്കും. ഒരുപാട് സ്റ്റേജ് ഷോകളെല്ലാം ക്യാൻസൽ ചെയ്തു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വേടൻ ഉണ്ടായിട്ടുണ്ട്. വേടൻ, ഞാൻ പറയുന്നത്, മറവിലിരുന്നു കൊണ്ട് ഇപ്പോഴും ആനന്ദിക്കുന്നുണ്ടാവും. അതാ സൈക്കോപാത്തായതുകൊണ്ടാണ്. ഞാനിവരെയൊക്കെ ഇങ്ങനെ പീഡിപ്പിച്ചല്ലോ, ഇങ്ങനെ ക്രൂരമായി ഞാൻ അവരോട് പെരുമാറിയല്ലോ, അതിൽ ഒരു രഹസ്യമായ ആനന്ദം അനുഭവിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേടൻ്റെ ഒരു ബോഡി ലാംഗ്വേജിലും ഒരു എന്താ പറയുക സംസാരത്തിലും പ്രവൃത്തിയിലുമെല്ലാം ആ സാഡിസം മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് നമ്മളൊരു എന്താ പറയുക, ഒരു മുഖഭാഷ പഠിച്ചാൽ, ശരീരഭാഷ പഠിക്കാൻ ശ്രമിച്ചാൽ അത് നമുക്ക് കൃത്യമായി മനസ്സിലാവും. അതിനൊരു ഉപചോദ്യമായിട്ട് ചോദിക്കട്ടെ. സാർ ഒരു കലാകാരനാണ്, സിനിമാ സംവിധായകനാണ്. ഞാൻ ഇങ്ങനെ ഒരു ഡിഫൻസ്, വേടൻ്റെ ഒരു ഡിഫൻസ് കേട്ടിട്ടുണ്ട്. അതായത് വേടനെ അനുകൂലിക്കുന്നവർ പറയുന്നത്, ഒരു കലാകാരൻ, ഈ ആരോപണങ്ങളെല്ലാം തന്നെ തെറ്റാണ്. കാരണം ഒരു കലാകാരൻ ഒരിക്കലും ക്രിമിനലാവാൻ പറ്റില്ല, ഒരു ക്രിമിനലിന് ഒരിക്കലും കലാകാരനാവാൻ പറ്റില്ല. ഈ ഒരു വാദത്തിനെ സാർ എങ്ങനെ ആണ് കാണുന്നത്? അങ്ങനെ ഒരു പറച്ചിലുണ്ട്, ഒരു കലാകാരൻ ക്രിമിനലായിരിക്കില്ല, പ്രത്യേകിച്ചും ഒരു സംഗീതജ്ഞന് ക്രിമിനലാകാൻ കഴിയില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവൻ സംഗീതജ്ഞനുമായി ഇവന് ചെറുപ്പത്തിലേ ഉണ്ടായ തിക്താനുഭവം കൊണ്ട് ഇവൻ്റെ മനസ്സ് അത്തരത്തിൽ രൂപപ്പെട്ടു പോയതാണെങ്കിലും കലയേക്കാൾ അപ്പുറത്തേക്ക് ആ ക്രിമിനൽ വാസന മുൻപിൽ നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും കല ക്രിമിനൽ വാസനയെ കീഴ്പ്പെടുത്തി കളയാം. പക്ഷേ ഇവിടെ നേരെ തിരിച്ചും സംഭവിച്ചിരിക്കുന്ന, അപൂർവമായി സംഭവിച്ചതാവാം. ഞാൻ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന, ഒരു കലാകാരന് ഒരു ക്രിമിനലാവാൻ കഴിയില്ല, സാഡിസ്റ്റാവാൻ കഴിയില്ല, ക്രൂരതയോടെ പെരുമാറാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ 1 or 2% അതിന് നേർ വിപരീതമായി ഉണ്ടാവാം. കലാകാരനുമാവാം, സാഡിസ്റ്റുമാവാം. അങ്ങനെ ചിലരുടെ പേരുകൾ എടുത്ത് പറഞ്ഞാൽ അത് വിദേശങ്ങളിലുമുണ്ട്, ഇന്ത്യയിൽ തന്നെ പല ഭാഷകളിലും പല സംസ്ഥാനങ്ങളിലും അങ്ങനെയുള്ള. ഹിറ്റ്ലർ പോലും നന്നായി ചിത്രം വരയ്ക്കുമായിരുന്നു. ചിത്രം വരയ്ക്കുന്ന ആളായിരുന്നു ഹിറ്റ്ലർ. ഞാൻ അതാ പറഞ്ഞത്, ഹിറ്റ്ലർ നന്നായി ചിത്രം വരയ്ക്കുന്ന ഒരു നല്ല ചിത്രകാരനായിരുന്നു, നല്ലൊരു പെയിൻറ്റർ. ഒരിക്കലും ക്രിമിനലാവില്ല. പക്ഷേ അയാളിൽ ക്രിമിനൽ വാസന മുൻപിൽ നിന്ന്. ഇത് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് വേടൻ്റെ പിന്നാലെ പോയി ഈയാമ്പാറ്റകളായിത്തീർന്ന പെൺകുട്ടികളോട് സഹതപിക്കാം. വേടൻ എന്ന് പറയുന്ന മാനസിക രോഗിയെ ചികിത്സിച്ചുകൊണ്ട് അയാളെ നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ആരെങ്കിലുമൊക്കെ ശ്രമിക്കണമെന്നാണ് എൻ്റെ